ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ട്ടാ. ഇന്നത്തെ ഗുഡ് മോർണിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ സംസാര വിഷയം, അതിൻ്റെ മുന്നേ ഒരു കാര്യം പറയണം. ലൈവ് ഇടാൻ നോക്കിയിട്ട് ഇന്നലെ ഇന്നൊക്കെ നോക്കി, പക്ഷെ അങ്ങോട്ട് സക്സസ് ആവണില്ല. അപ്പോൾ ഇനി എന്തെങ്കിലും അതിൽ പഠിക്കാനുണ്ടോ എന്ന് നോക്കട്ടെ, എന്നിട്ടാണ് ലൈവ് ഇടാൻ പറ്റുള്ളൂ കേട്ടോ. ലൈവ് ഇട്ട് ആരും കയറിയൊന്നും കണ്ടില്ല. ഒരു 5 മിനിറ്റ് നോക്കി ഞാൻ ആർക്കും പരിചയമുള്ള ഒരാളല്ലല്ലോ, അതുകൊണ്ട് തന്നെ എൻ്റെ പെണ്ണിൻ്റെ ലൈവിലൊന്നും ആരും വരില്ല. പിന്നെ ഞാൻ ലൈവ് ഇടാന്ന് മുന്നേ തന്നെ ആരോടും പറഞ്ഞിട്ടും ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ആരും കയറിയിട്ടുണ്ടായില്ല കേട്ടോ. അതവിടെ ഇരിക്കട്ടെ, അത് സാവകാശം ശരിയാവും. അപ്പോൾ ഇന്നത്തെ സംസാര വിഷയം, ഒരു പാട്ട് കേട്ടിട്ട്, ഒരു റീൽസിൽ ഒരു പാട്ട് കേട്ട്. അതുപോലെ സിനിമയിലുള്ള പാട്ടാണോ ആൽബത്തിലുള്ള പാട്ടാണോ ഇനി റീൽസിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ പാട്ടാണോ എന്നറിയില്ല. പാട്ടിൻ്റെ വരി ഇങ്ങനെയാണ്: പെണ്ണുങ്ങൾക്കൊന്നും കല്യാണം വേണ്ട. അതാണ് തുടക്കട്ട, പാട്ടിൻ്റെ ആദ്യത്തെ വരി അതാണ്, പെണ്ണുങ്ങൾക്കൊന്നും കല്യാണം വേണ്ട. ശരിയാ, പെണ്ണുങ്ങൾക്കൊന്നും കല്യാണം വേണ്ട. എന്താ വെച്ചെങ്കിൽ അതിൻ്റെ കാരണം ഇതന്നെ. മാതാവുകൾ, എല്ലാവരുടെ ഉമ്മമാർ അല്ലെങ്കിൽ അമ്മമാർ അനുഭവിച്ച് വരുന്ന കഷ്ടതകൾ കണ്ടിട്ട് അവർക്ക് ഇതൊക്കെ തന്നെയല്ലേ കല്യാണം കഴിഞ്ഞാൽ ഉണ്ടാവുകയെന്ന് അവർ തന്നെ മനസ്സിൽ കണക്കാക്കിയിട്ട് അവർ പറയണ, വേണ്ട കല്യാണം കഴിക്കണ്ട, ജീവിക്കാൻ കാശല്ലേ വേണ്ടുള്ളൂ, അത് ജോലി എടുത്താൽ കിട്ടും, പിന്നെ സ്വാതന്ത്ര്യം ഉണ്ടാവും. ഇപ്പോൾ പണ്ടത്തെ പോലെ വീട്ടിലിരുന്നിട്ടുള്ള പണിയൊന്നും ആരും എടുക്കണില്ല. അതായത് പപ്പടപ്പണി, ബീഡിത്തെരപ്പ്, അതേപോലെ ടൈലറിങ്, അതൊക്കെ അങ്ങനത്തെ പണികളൊക്കെ ആണല്ലോ വീട്ടിലിരുന്ന് ചെയ്തിരുന്നത്. ആ പണിയൊന്നും ആരും എടുക്കണില്ല. നല്ല വിദ്യാഭ്യാസം നേടി ജോലി എവിടെയെങ്കിലും പോയി ജോലി ചെയ്യല, ഓഫീസുകളിലൊക്കെ പോയി ജോലി ചെയ്യുന്ന, അത്രയും പഠിച്ചിട്ടാണ് അവർ ആ ജോലി ചെയ്യുന്ന, അങ്ങനത്തെ ജോലിയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെന്ത് ചെയ്യുക, അവിടെയുള്ള ആൺസുഹൃത്തുക്കളായാലും പെൺസുഹൃത്തുക്കളായാലും അവിടുത്തെ ജോലി അതിനടുത്ത് ഉയർന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ എല്ലാവരും ഉണ്ടാവുമല്ലോ, ജോലി സ്ഥലത്ത് പലരും ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരേനൊക്കെ ഒന്ന് വിളിക്കുന്ന സ്വഭാവം ഉണ്ടാവും, ഫോണിൽ കൂടെ വിളിക്കുക, മെസ്സേജ് അയക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വീട്ടിൽ വന്നിട്ട്, ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് വിളിക്കും, പറയുകയൊക്കെ ചെയ്യും. അപ്പം അതൊന്നും വീട്ടിൽ ഭർത്താവിനോ അല്ലെങ്കിൽ അമ്മായിയമ്മക്കോ അമ്മാസനോ ഒന്നും അത് ഇഷ്ടാവില്ല. ജോലി സ്ഥലത്തുനിന്ന് ജോലി കഴിഞ്ഞ് വന്നാൽ അത് അവരൊന്ന് വിളിക്കണതൊന്നും ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അവർക്കാണെങ്കിൽ ഇതെന്തെങ്കിലും സംശയങ്ങൾ അല്ലെങ്കിൽ പകലെന്തെങ്കിലും അവിടെ നടന്ന ചർച്ചകളെ പറ്റി ഒക്കെ അവർ സംസാരിക്കാൻ ചിലപ്പോൾ വിളിക്കും. അപ്പോൾ അതൊന്നും അവർക്ക് ഇഷ്ടാവില്ല. അപ്പോൾ അതൊരു സ്വാതന്ത്ര്യക്കുറവാണ്. വൈകിട്ട് വിളിക്കുക, അവർ വിളിക്കുക, അച്ഛൻ എന്ത് ചെയ്തു അല്ലെങ്കിൽ അമ്മാസൻ എന്ത് ചെയ്തു, അമ്മായിമ്മ എന്ത് ചെയ്തു, ഭർത്താവ് എന്ത് ചെയ്തു വെച്ചിട്ട് വിളിക്കാതിരിക്കണം. അപ്പം അതവർക്കൊരു ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ അത് ജീവിതത്തിന് ചിലപ്പോൾ അങ്ങനെ വിളിച്ച് ജീവിതത്തിനെ ബാധിക്കും. അപ്പം അതും പ്രശ്നമാണ്. പിന്നെ 1-2 കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ മേലോട്ടും താഴോട്ടും ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് വരും. അപ്പോൾ പെൺകുട്ടികൾ എന്താ വിചാരിക്കണം, കല്യാണം കഴിച്ച് കുറേ സ്വർണങ്ങളൊക്കെ കൊടുത്ത് കല്യാണം കഴിച്ചിട്ട് കൊടുക്കണം, ആ പൈസ കൊണ്ട് പഠിച്ചിട്ട് എന്തെങ്കിലും ഒരു ജോലി, നല്ലൊരു ജോലി കണ്ടുപിടിച്ചാൽ എന്തായാലും 10-20,000 റുപ്യ കിട്ടുന്ന ഒരു ജോലിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടൊക്കെ അടിച്ച് പൊളിച്ച് ജീവിക്കാം, സ്വാതന്ത്ര്യമായിട്ട് നടക്കാം, ആരെയും വിളിക്കാം, എവിടെ വേണമെങ്കിലും പോവാം, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, അവനവൻ്റെ മാതാപിതാക്കളെ അവർ മരിക്കുന്നവരെ അവരെയൊന്നും കണ്ടിരിക്കാം. അങ്ങനെയൊക്കെയുള്ള ചിന്തകളാണെന്ന് പെൺപിള്ളേരെ മനസ്സിൽ. അതുകൊണ്ടാണ് അവർ കല്യാണം വേണ്ട എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അവരങ്ങനെ തീരുമാനിക്കാനുണ്ടായ കാരണം? ആണുങ്ങളുടെ ഭാഗത്തുനിന്ന് വന്ന തെറ്റുകൾ കൊണ്ട് തന്നെയാണ്. അതല്ലെങ്കിൽ ആൺമക്കളുള്ള അമ്മമാരുടെ, അച്ഛന്മാരുടെ, ആൾക്കാരുടെ, മാതാപിതാക്കളുടെ കുറ്റം കൊണ്ട് തന്നെയാണ് അതങ്ങനെ പെണ്ണുങ്ങൾ അങ്ങനത്തെ തീരുമാനം എടുത്തത്. അപ്പം ഒരാളിനോടൊരു പെണ്ണിനെ എവിടെയെങ്കിലും ഒരു പെൺകുട്ടി ഉണ്ടാകുമെന്ന് ചോദിച്ചത്, ഞങ്ങളുടെ ഈ പരിസരത്തൊന്നും ഒരു പെൺകുട്ടികളില്ല, ഒക്കെ പാവപ്പെട്ടവരായതുകൊണ്ടൊക്കെ പെൺകുട്ടികൾ കല്യാണം കഴിച്ച് പോയിക്കണം. പിന്നെ ഉള്ളത് അറിയണത് കുറച്ച്
ഒത്തിരി സാമ്പത്തികമൊക്കെ ഉള്ള ആൾക്കാരാണ്. അവിടേക്ക് ഒന്നും ചെല്ലാൻ പറ്റില്ല. ഒന്നുകിൽ അവർ ആരെങ്കിലുമായിട്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവും, അതല്ലാന്നുണ്ടെങ്കിൽ അവർ കല്യാണം വേണ്ടാന്ന് വെച്ച് നിൽക്കുന്നവരായിരിക്കും. അപ്പോൾ അവരെ മാതാപിതാക്കൾ എന്താ പറയുന്നത് വെച്ചാൽ അവരെ ഇഷ്ടം എന്താ വെച്ചെങ്കിൽ അവർ ചെയ്തോട്ടെ, നമുക്ക് അതിൻ്റെ പിന്നാലെ നടക്കണ്ടല്ലോ. കല്യാണം വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ട, അപ്പോൾ കുറേ ഇല്ലാത്ത പണം ഉണ്ടാക്കാൻ പോകണ്ടല്ലോ. അല്ലെങ്കിൽ വയസ്സാകുമ്പോൾ ജീവിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമ്പാദിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും എടുത്ത് ചിലവാക്കണ്ടല്ലോ. പിന്നെ അതൊന്ന് പറയാം, അതല്ലെങ്കിൽ അവർ സ്വയം കണ്ടുപിടിച്ചോട്ടെ. ഇനിയിപ്പോൾ അത് നമ്മൾ തിരഞ്ഞു പിടിച്ചിട്ട് അന്വേഷിച്ച് നല്ലതാണോ ചീത്തയാണോ നോക്കി അത് പറ്റില്ല അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഇതൊന്നും വേണ്ടല്ലോ. അവർക്ക് ഇഷ്ടപ്പെട്ടത് അവർ തിരഞ്ഞെടുത്തോട്ടെ. അപ്പോൾ മാതാപിതാക്കൾക്ക് ഭാരം കുറഞ്ഞു. അപ്പോൾ അവരും വല്ലാതെ ഇവരെന്നെ നിർബന്ധിക്കുന്നില്ല. ഒരു കല്യാണാലോചന വന്നാൽ അത് നോക്കാം മോളെ എന്ന് പറയുന്നില്ല രക്ഷിതാക്കളും. അവരെ ഇഷ്ടം എന്താ വെച്ചാൽ അവർ ചെയ്തോട്ടെ എന്നാണ് പറയാം. ചിലപ്പോൾ അവർ കല്യാണം കഴിക്കുന്നില്ല എന്ന് തീരുമാനിച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നുണ്ടാവുക. അപ്പം നമ്മളോട് അവർ കല്യാണം കഴിക്കണില്ല എന്ന് നമ്മളോട് പറയില്ല. അവരെ ഇഷ്ടം എന്താ വെച്ചാൽ അവർ ചെയ്തോട്ടെ എന്ന് പറയുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ പെൺകുട്ടികളെ എവിടെ പരിചയപ്പെട്ടിട്ട് എവിടെയെങ്കിലും നമ്മൾ വഴിയിൽ എവിടെയെങ്കിലും വെച്ച് കണ്ട ഒരു കല്യാണക്കാരൻ്റെ കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചവർ പറഞ്ഞു, എന്തിനാ താത്താ ഇങ്ങനെ നിൽക്കണതല്ലേ സുഖം, പിന്നെ കല്യാണമൊന്നും വേണ്ട. ഇപ്പം നിങ്ങളൊരു കല്യാണം കഴിച്ചുകൊണ്ടല്ലേ നിങ്ങളിപ്പോൾ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത്. നമുക്കൊരു മക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ നോക്കാനും പിന്നെ അമ്മാസൻ്റെ അമ്മായിമ്മയുടെയും കാര്യങ്ങൾ നോക്കാനും നമുക്ക് ജീവിക്കാൻ സമയം കിട്ടില്ല. നമുക്ക് ജീവിക്കാൻ വേണ്ടി പൈസ ഉണ്ടാവില്ല, നമുക്ക് ജീവിക്കാൻ വേണ്ടി സമയം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കേണ്ടി വരും. അതായത് മക്കൾക്ക് വേണ്ടി ജീവിക്കുക, ഭർത്താവിന് വേണ്ടി ജീവിക്കുക, ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് വേണ്ടി ജീവിക്കുക. നമ്മുടെ ഇഷ്ടങ്ങളും നടക്കില്ല, നമുക്ക് വേണ്ടി ജീവിക്കാനും പറ്റില്ല, നമുക്ക് വേണ്ടി ചിലവാക്കാൻ പൈസ. നമ്മൾ ജോലിക്ക് പോയാലേ നമുക്ക് ചിലവാക്കാൻ പൈസ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഭർത്താവ് അധ്വാനിച്ചിട്ടായാലും മറ്റുള്ള ആരാ അധ്വാനിച്ചതായാലും അവർ തരുമ്പോൾ അവർക്കൊരു കണക്കുണ്ടാവും. അവർ ആ വീട്ടാവശ്യത്തിന് അല്ലെങ്കിൽ കുട്ടികളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രം നമുക്ക് തരിക. നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മൾക്ക് പല ആവശ്യങ്ങൾ നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഉമ്മയും പാപ്പയും അല്ലെങ്കിൽ നമ്മുടെ അച്ഛനും അമ്മയും പാവപ്പെട്ടവരാകും. നമുക്കൊരു വല്ലപ്പോഴും ഒരു 1000 ഉറുപ്പിൻ്റെ അമ്മക്ക് അല്ലെങ്കിൽ എൻ്റെ അമ്മക്ക് കൊടുക്കട്ടെ എന്ന് വിചാരിക്കാൻ നമുക്കത് കിട്ടില്ല, അവരെ കയ്യിൽ നിന്ന് കിട്ടില്ല. എന്താ അതിൻ്റെ ആവശ്യം? അവരൊക്കെ പെണ്ണിനെ കെട്ടിയിട്ടുണ്ടെങ്കിൽ പെണ്ണിനെ ഞങ്ങൾ നോക്കും, പിന്നെ മാതാപിതാക്കളെ നോക്കണ കടമൊന്നും ഞങ്ങൾക്കില്ലല്ലോ എന്നൊക്കെ അവർ പറയും. അപ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടാവും, നമുക്കത് കേൾക്കുമ്പോൾ വിഷമാവും. അപ്പോൾ നമുക്ക് വേണ്ടി കുറച്ച് കാലമൊക്കെ നമുക്ക് വേണ്ടി ജീവിക്കുക, കല്യാണമൊക്കെ കഴിക്കുക, അതിനൊക്കെ സമയമുണ്ടല്ലോ. അതൊക്കെ കുറച്ചൊക്കെ ജീവിച്ച് കഴിഞ്ഞിട്ട് പറ്റിയെങ്കിൽ വേണമെങ്കിൽ കഴിക്കുക, അല്ലെങ്കിൽ വേണ്ട, കല്യാണമൊന്നും വേണ്ട താത്താന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ അങ്ങനെ ചിന്തിച്ച് തുടങ്ങി പെൺകുട്ടികൾ. അപ്പോൾ അതിൻ്റെയൊക്കെ കാരണക്കാരാരാണ്? ആണുങ്ങളൊക്കെ തന്നെയാണ് അതിൻ്റെ കാരണക്കാർ. പിന്നെ വരുമാനത്തിനനുസരിച്ച് പിന്നെ ഒരാൾ ഒരു കല്യാണം ശരിയാവാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനതിനോട് പറഞ്ഞു, വലിയ വിദ്യാഭ്യാസം കാര്യമൊന്നുള്ള ആളല്ല. ഞാൻ പറഞ്ഞു, എന്തൊരു കല്യാണം ഒന്നും ശരിയായില്ലേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഞാനിങ്ങനെ നല്ല സമാധാനമായിട്ട് ജീവിക്കാനായിട്ട് നിങ്ങൾക്ക് സഹിക്കണില്ലാലേന്ന്. കല്യാണമൊക്കെ ഒരു ദിവസം ഉണ്ടാവുള്ളൂ, അന്നത്തെ ദിവസമാണ് നല്ല ഡ്രസ്സും പണ്ടും നല്ല ഫുഡൊക്കെ അന്നത്തെ ഒരു ദിവസം മാത്രമേ കിട്ടുള്ളൂ. പിന്നെ ജീവിതകാലം മുഴുവൻ നക്കിത്തോർത്തി ജീവിക്കണം. അപ്പം അതിനായിട്ട് നല്ല ഇങ്ങനെ ജീവിക്കുകയാണ് എന്ന് പറഞ്ഞ പെൺകുട്ടികളുണ്ട്. അങ്ങനെ പറഞ്ഞ് എന്നോടൊരു പെൺകുട്ടി. അപ്പോൾ കല്യാണം പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ അതിൻ്റെ കഴിഞ്ഞു. പക്ഷെ എന്നാലും അവരവരുടെ തടി മാത്രമല്ലേ നോക്കണ്ടു. കല്യാണം കഴിച്ചില്ല അങ്ങനെ നിൽക്കുമ്പോൾ അവരവരെ ഒരു തടി മാത്രം നോക്കിയാൽ മതിയല്ലോ, വേറൊരു ഉത്തരവാദിത്തങ്ങളും നോക്കണ്ട. അപ്പം അങ്ങനത്തെ ഒക്കെ ഉള്ള തീരുമാനങ്ങൾ മക്കൾ എടുക്കുകയാണ്. അതിനൊക്കെ കാരണങ്ങളുണ്ട് പിന്നിൽ. ഇത് സ്വന്തം മാതാപിതാക്കൾ കാണുകയാണ്. അപ്പോൾ അതന്നെയുള്ള ഞങ്ങൾ പോയാലും എന്ന് ചിന്തിക്കുകയാണ് അവർ. അതുകൊണ്ടാണ് കേട്ടോ പെണ്ണുങ്ങൾ കല്യാണം വേണ്ട എന്ന് പറയണത്. ഓക്കെ.